1665 പ്ലേഗിൻ്റെ 3-ാം വരവ്. ലോകത്താകെ പ്ലേഗ് നാശം വിതയ്ക്കുന്ന കാലം. ലണ്ടനിൽ നിന്നും കുറച്ച് തുണിക്കെട്ടുകൾ മരണത്തെ പൊതിഞ്ഞുകൊണ്ട് അവർക്കരികിലേക്കെത്തി. അവർക്കറിയില്ലായിരുന്നു ശപിക്കപ്പെട്ട നാളുകളാണ് അവരെ കാത്തിരിക്കുന്നതെന്ന്. വെൽക്കം ടു ദ ഹിസ്റ്റോറിക് വില്ലേജ്, ദ പ്ലേഗ് വില്ലേജ്. ആയിരത്തി 1665 1666 ഇടയിൽ ഈ ഒരു ഗ്രാമത്തിൽ 350ഓളം വില്ലേജേഴ്സ് താമസിച്ചിരുന്നു എന്നാണ് കണക്കിൽ പറയുന്നത്. പക്ഷേ 800ഓളം ആൾക്കാർ ഇവിടെ താമസിച്ചിരുന്നു എന്ന് കണക്കിൽ പെടാതെയും പറയുന്നുണ്ട്. 250 പേരാണ് 350 പേരിൽ മരിച്ചതായി കണക്കാക്കപ്പെടുന്നത്. അന്ന് ആ പ്ലേഗ് വന്ന സമയത്ത് ഒരുപാട് ക്രൂഷ്യൽ റോള് നിർവഹിച്ച ഒരു പള്ളിയാണിത്. അന്ന് ആ ടൈമിൽ അറിയില്ല ഇവിടെ ഉള്ളവർക്ക് എങ്ങനെ ഈ പ്ലേഗ് വന്നാൽ എങ്ങനെ ഇതിനൊരു ക്യൂർ ഉണ്ടോ, ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ, ഒന്നും അറിയത്തില്ലാത്ത ഒരു സമയം. ആ സമയത്ത് ഇവിടുത്തെ ഈ പള്ളി വികാരി വില്യം മോംസൺ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ ഊന്നി നിന്ന് ഇവിടുത്തെ വില്ലേജസിനെ കൺവിൻസ് ചെയ്തു. അതാണ് ക്വാറൻറ്റൈൻ. നമുക്കറിയാം ക്വാറൻറ്റൈൻ എന്നുള്ളൊരു വേർഡ് തന്നെ നമുക്കറിയാവുന്നത് കോവിഡ് സമയത്തിന് മാത്രമാണ്. പക്ഷേ കോവിഡ് അല്ലെങ്കിൽ ക്വാറൻറ്റൈൻ എന്നുള്ള വേർഡ് ഇവിടുത്തെ വില്ലേജേഴ്സിന് വളരെ ഫെമിലിയറാണ്, കുറേ വർഷങ്ങൾക്ക് മുന്നേ തന്നെ. അപ്പം അന്ന് ആ കാലഘട്ടത്തിൽ ഇവർ പ്ലേഗ് കണ്ടേജിയസ് ആണെന്നും ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരുമെന്നും അറിഞ്ഞതിൽ പിന്നെ ഇവർ സ്വയം ക്വാറൻറ്റൈൻ ചെയ്തു. അതായത് ഈ വില്ലേജ് മുഴുവനായി സ്വയം അടയ്ക്കപ്പെട്ടു. ഒരു ഡിസിഷൻ എടുത്തു, ഈ വില്ലേജിൽ നിന്നുള്ളവർ പുറത്തേക്ക് പോകില്ല, പുറത്തു നിന്നുള്ളവരെ അകത്തേക്കും കയറ്റില്ല. അതായത് ഈ അസുഖം ഇവരിൽ നിന്ന് തന്നെ ഒതുക്കി തീർക്കും, അല്ലെങ്കിൽ ആരെയും ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള തന്നെ ഒരു ഡിസിഷൻ അവൻ മേക്ക് ചെയ്തു. അവിടെയാണ് ഈ വില്ലേജിൻ്റെ ഇവിടുത്തെ വില്ലേജേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ ഈ പള്ളിമുറ്റത്ത് നിന്ന് ഇറങ്ങി പുറത്തുള്ള ഓരോ കോട്ടേജുകളുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഇതൊരു ഫാമിലിയുടെ വീടായിരുന്നു ഈ കാണുന്നത്, ദ ഹോസ്വർത്ത് ഫാമിലി. പീറ്റർ ദ തേർഡ് വിക്ടിം ഡൈഡ് ഓൺ ദ 23rd September 1665. Humphrey, aged 15 months, their son died on 17th October 1665. Jane was the sole survivor in the household, altogether including her in-law. She lost 25 relatives. ഈ ഹോസ്വർത്ത് ഫാമിലിയിൽ ജെയിൻ എന്ന് പറഞ്ഞ ഒരാൾ മാത്രമാണ് സർവൈവ് ചെയ്തത്. ആ സ്ത്രീയുടെ ഫാമിലിയിൽ 25 പേരാണ് അവർക്ക് ലോസ്റ്റ് ആയത്. അവർ താമസിച്ചിരുന്ന ആ വീട് ഇതൊക്കെയായി ഫ്രണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 25 പേരിൽ ഒരാൾ മാത്രമാണ് ആ ഫാമിലിയിൽ സർവൈവ് ചെയ്തത്. ഈ പള്ളിയോട് തൊട്ടടുത്തായിട്ടാട്ടോ ഈ വീട്. ഈ വീടിൻ്റെ അടുത്തായിട്ട്
അടുത്തൊരു വീട് പ്ലേഗ് കോട്ടേജ് എന്നാണ് ഇവരിതിൻ്റെ പേരിട്ടിരിക്കുന്നത്. ചിലപ്പം വേറെ എന്തെങ്കിലും വീട്ടുപേരായിരിക്കും. മേരി ഹാർട്ട്ഫീൽഡ് ഫോർമലി കൂപ്പർ lived here with her 2 sons, Edward and Jonathan, and her new husband Alexander Hatfield, and an employed hand, George Vicar. George Vicar, the first plague victim, died on 7th September 1665. ജോർജ് വിക്കാർ ആണ് ദ ഫസ്റ്റ് വിക്ടിം. എന്താ ഒരു തയ്യൽക്കടക്കാരൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. അലക്സാണ്ടർ ഹാർട്ട്ഫീൽഡ് ആയിരുന്നു ഇവിടുത്തെ ഒരു ലോക്കൽ സെറ്റപ്പിലൊക്കെ തയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ഷോപ്പൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു ഈ കാണുന്ന ജോർജ് വിക്കാർ. അപ്പം ലണ്ടനിൽ നിന്ന് ഒരു തുണിക്കെട്ട്, ചില മെറ്റീരിയൽസൊക്കെ ഇവർ ഓർഡർ ചെയ്ത് നമ്മൾ വരുത്തത്തില്ലേ, അതുപോലെ ലണ്ടനിൽ നിന്ന് മെറ്റീരിയൽസ് ഓർഡർ ചെയ്ത് വന്നപ്പോൾ അതിനകത്തൊരു തുണിക്കെട്ടുണ്ടായിരുന്നു. ആ തുണിക്കെട്ടെന്ന് വെച്ചാൽ അതൊരു ഡംഡായിരുന്നു. അത് എന്തൊക്കെയോ ഒരു ചെള്ളുകളും ഇതൊക്കെ നിറഞ്ഞൊരു തുണിക്കെട്ടായിരുന്നു. അപ്പോൾ ആ തുണിപ്പൊതി ആദ്യം തുറന്ന് നോക്കിയത് ഈ ജോർജ് വിക്കാറാണ്. എഡ്വേർഡ് കൂപ്പർ, ഏജ്ഡ് 4, ഡൈഡ് ഓൺ 22nd September 1665. ജൊനാഥൻ കൂപ്പർ, ഏജ്ഡ് 12, ഡൈഡ് ഓൺ 2nd October 1665. മേരി എലോൺ സർവൈവ്ഡ് ബട്ട് ലോസ് 13 റിലേറ്റീവ്സ്. ആ ഫാമിലിയിൽ, അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ മേരി എന്ന് പറഞ്ഞൊരു സ്ത്രീ മാത്രമാണ് സർവൈവ് ചെയ്തത്. 13 റിലേറ്റീവ്സ് മരണപ്പെട്ടു. അദ്ദേഹം താമസിച്ചിരുന്ന കോട്ടേജാണ് ഇത് ഈ കാണുന്നത്. അതായത് ഫസ്റ്റ് ഈ പ്ലേഗ് ഈ വില്ലേജിൽ വന്നപ്പം ആദ്യം ഈ വീട്ടിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, താഴെയൊക്കെ ഇങ്ങനെ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന പോലത്തെ ടോയ്സ് ഇത് കണ്ടോ, റാറ്റ്സ്, റാബിറ്റ്, അങ്ങനെ പലതിൻ്റെ മോഡലുകൾ. ഇവിടെ ഇതുവരെ വളരെ കോമൺ ആണ് ഇങ്ങനെ ഗാർഡനിലൊക്കെ ഇങ്ങനെ വെക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലും ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ. അതൊക്കെ അതേപോലെ തന്നെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. ജോർജ് വിക്കാർ താമസിച്ചിരുന്ന തൊട്ടടുത്തുള്ള വീടാണ് റോസ് കോട്ടേജ്. 9 members of the Thorpe family lived here. They all died. ഈ വീട്ടിൽ താമസിച്ചിരുന്നവരിൽ എല്ലാവരും തന്നെ മരിച്ചുപോയി. ഇവിടെ 9 പേരായിരുന്നു താമസിച്ചിരുന്നത്. അതിൽ 9 പേരും മരണപ്പെട്ടു. അതായത് ആ ഫസ്റ്റ് പ്ലേഗ് വന്ന ആ കോട്ടേജിന് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടിരിക്കുന്ന വീട്ടിലെ ഒട്ടുമിക്കപ്പെട്ട എല്ലാവരും തന്നെ മരണപ്പെട്ടു. നമ്മൾ ഈ വില്ലേജിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര നല്ല ഭംഗിയായി ഭംഗിയെന്ന് വെച്ചാൽ എങ്ങോട്ട് നോക്കിയാലും. ഇപ്പം നല്ലൊരു മഴയുള്ള ദിവസമാണ് ഇന്ന്. ഇങ്ങനെ കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഇപ്പം ഇവിടെ നിന്ന് നോക്കിയാൽ കാണത്തില്ല. നമ്മുടെ ആ സൈഡിലേക്കൊക്കെ മലകളൊക്കെ ഉണ്ട്. ആ മലയിൽ നിന്നൊക്കെ ഇങ്ങനെ കോട ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക താഴേക്ക്. ഭയങ്കര പ്രകൃതി ഭംഗിയായി വില്ലേജിന്. എന്ത് ഭയങ്കര, എങ്ങോട്ട് നോക്കിയാലും ഭയങ്കര രസമാണ് കാണാൻ. ഇവിടുത്തെ ആ ഒരു ചെറിയ കുട്ടി വീടുകളും പിന്നെ എങ്ങോട്ട് നോക്കിയാലും ഇങ്ങനെ മലകളാണ്. അത് കണ്ടോ, അങ്ങോട്ട് നോക്കിയാൽ അവിടെ കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങുക. ഒരു ചെറിയ മഴച്ചാറ്റിലുണ്ട്, പക്ഷേ ഇങ്ങനെ കോടയൊക്കെ ഇറങ്ങി താഴോട്ട് വരുന്നതേ ഉള്ളൂ. ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഓരോരോ ഇങ്ങനെ രൂപങ്ങളൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഇത് കണ്ടോ, ഗോബ്ലിങ്സിനെ പോലത്തെയുള്ള തലയിൽ തൊപ്പിയൊക്കെ വെച്ച് ചെവിയൊക്കെ ഇച്ചിരി വലുതായിട്ടുള്ള ആ ഒരു മുഖം, ഇങ്ങനത്തെ ഫേസുള്ള പല ക്രിയേച്ചേഴ്സിനെയൊക്കെ നമുക്കിങ്ങനെ ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഇവരുടെ ഗാർഡനിൽ ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാം. എന്തേലും ഇവരുടെ ട്രഡീഷൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളായിരിക്കും. വേണ്ട ഇവിടെ ഒരാൾ ഇരിക്കുന്നത്, ക്രിസ്മസ് അപ്പൂപ്പനാന്ന് തോന്നുന്നു. ഇതുപോലെ തന്നെ ഇങ്ങനെ താടിയുള്ള എന്താ പറയുക, ഇതേപോലെ തന്നെ ഇരിക്കുന്ന മനുഷ്യർ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ വില്ലേജിലേക്ക് നമുക്ക് നോക്കുമ്പോഴേക്കും അങ്ങനെ തന്നെ ഇരിക്കുന്ന ആളുകളെ കാണാം. വാ, അങ്ങ് നോക്കിയേ, എന്ത് രസമാണെന്ന് നോക്കിയേ, ഭയങ്കര ഭംഗി. അയ്യോ, അവിടെ പുൽമേടുകളാട്ടോ കാണുന്നത്. അവിടെ ഒരുപാട് ചെമ്മരിയാട് ഇങ്ങനെ മേഞ്ഞ് നടപ്പുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഒരുപാട് പേരുണ്ട് അവിടെ. നല്ല ഭംഗി. ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഒരു ഡ്രീമിലൊക്കെ ഉള്ള പോലത്തെ ഒരു കാഴ്ചകൾ
ഇങ്ങനെ പുൽമേട്, അതിൽ കൂടെ മേഞ്ഞ് നടക്കുന്ന ആടുകൾ. ആഹാ, എന്ത് രസം, നല്ല ഭംഗി, നല്ല രസമുണ്ടല്ലേ. ഓക്കെ, ഇന്നത്തെ ഒരു നല്ല നല്ല വെതറാട്ടോ. പക്ഷേ ഇങ്ങനെ മഴയുണ്ട്. ഞാനോർത്ത് ഇങ്ങനെ മഴയുള്ളതുകൊണ്ട് നമുക്ക് ഫുള്ള് മൂടിപ്പോവോ, ഒന്നും കാണാൻ പറ്റാതെ വരുമോ. പക്ഷെ അല്ല കേട്ടോ, നല്ല ഭംഗിയാണ്. ഈ മഴയുള്ളതുകൊണ്ട് അതിൻ്റെ ആ കൂടെ കോട ഇറങ്ങുന്നുണ്ട്. അങ്ങ് നോക്കി, അങ്ങ് മേളിലായിട്ടൊക്കെ ഇങ്ങനെ കിടക്കുക താഴ്വാരങ്ങൾ. നല്ല രസം. ഇവിടുത്തെ ഒരു മെയിനായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്, ഞാൻ ഇതിനു മുമ്പും വന്നിട്ടുണ്ട് ഇവിടെ, പക്ഷെ ഇങ്ങനെയല്ല. ഇവിടുത്തെ വെതർ എന്ന് പറയുന്നത് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വെതർ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് തന്നെ ഇവിടുത്തെ പ്ലേസസും അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കൊരിക്കലും ഇന്ന് കിട്ടിയ എക്സ്പീരിയൻസ് അല്ല നമ്മൾ നാളെ വരുമ്പോൾ. ഇതേപോലെയല്ല നമ്മൾ കാണുന്നത്. അത് ഇവിടെ എവിടെ ചെന്നാലും നമുക്കത് തോന്നുന്നതാണ്. ഇറ്റ്സ് ടു ഡിഫറെൻറ്റ്. മുകളിലേക്ക് പോകാം. അത് റെയിൽവേ ലൈൻ എന്നാണ് ആ വഴിയുടെ പേര്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം. നമ്മൾ നല്ല കയറ്റം കയറി വന്നുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ മേളിലോട്ട് പോകണം. ആടെ കുതിര തേണ്ട 1 2 3 കുതിര. ഇവിടെ കുതിരയൊക്കെ ഉണ്ട് കേട്ടോ. ഫാം ഹൗസ് ഒക്കെയുള്ള സ്ഥലമാണ്. എടാ, സമ്മർ ഇൻ ബത്ലഹേമിനകത്ത് കാണിക്കുന്ന ആ സ്ഥലം പോലെയൊക്കെ ഇല്ലേ, ആ ഒരു ഏരിയയൊക്കെ. ശരിക്കും ദേണ്ട ഒരുപാട് കുതിരയുണ്ട്. കുതിരയുടെ പൊക്കത്ത് കണ്ടോ ബ്ലാങ്കറ്റ് പോലെ എന്തോ ഇട്ടിട്ടുണ്ട്. കുതിരേനൊക്കെ ഇങ്ങനെ മേയ്ക്കാൻ വിട്ടിരിക്കുക. ആ കുതിരേനെ കണ്ടോടാ, ദേ അതിങ്ങ് നോക്കുന്നുണ്ട്. ഹലോ, അങ്ങോട്ടൊന്നും പബ്ലിക്കിന് ആക്സസ് ഇല്ല. നമുക്ക് ഈ വഴിയിലൂടെ നടക്കാൻ പറ്റും. പക്ഷേ അത് പ്രൈവറ്റ് ലാൻഡ്സ് ആണെന്ന് തോന്നുന്നു, എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പച്ച പൊതച്ച് നിൽക്കുക. അയ്യോ, ഒന്നും പറയാനില്ല. ഭയങ്കര രസമാണ്. കണ്ടോണ്ട് നിൽക്കാനേ പറ്റുന്നുണ്ട്, ഒന്നും പറയാൻ പറ്റുന്നില്ല. നല്ല രസമാണ്. കിളികളുടെ ഒച്ച മാത്രം. ക്വയറ്റ, കാം ആൻഡ് ക്വയറ്റ്. പക്ഷെ ഈ കാണുന്ന ഈ ഒരു പിക്ചറൊക്കെ ഭയങ്കര നമുക്ക് ഫെമിലിയർ ആയിട്ട് തോന്നും. എനിക്കറിയില്ല എവിടെ കണ്ടതാണ്, പക്ഷെ ഇത് ഭയങ്കര ഫെമിലിയറായി ഈ സ്ഥലമൊക്കെ. നമ്മൾ ഈ കുന്ന് കയറി വന്നത് എലിസബത്ത് ഹാങ്കോങ് എന്ന് പറയുന്ന സ്ത്രീയുടെ ഫാമിലിയിൽ 6 മക്കളും ഹസ്ബൻഡും അടക്കം അത്രയോ ആൾക്കാരെ ഒരുമിച്ച് ആ സ്ത്രീ അടക്കം ചെയ്തു.
എന്താന്ന് വെച്ചാൽ ക്വാറൻറ്റൈൻ കാലഘട്ടത്തിൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സഹായിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലുള്ളവർ മരിച്ചാൽ കുടുംബത്തിലുള്ളവർ തന്നെ അടക്കം ചെയ്യുക എന്നതായിരുന്നു. അപ്പോൾ ആ സ്ത്രീ തനിയെ അവരുടെ 6 മക്കളെയും ഭർത്താവിനെയും ഓരോ ദിവസങ്ങളായിട്ട് 8 ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഓരോ ദിവസങ്ങളായിട്ട് ഓരോരുത്തരെയായിട്ടും അടക്കം ചെയ്ത്, നിങ്ങൾക്ക് എൻ്റെ ഈ സൈഡിലായിട്ട് കാണാൻ പറ്റും ആ കൽത്തട്ടകൾ റൗണ്ടിൽ പണിത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ നടുക്കായിട്ടാണ് അവരെ ഓരോരുത്തരെയും അടക്കം ചെയ്തത്. പക്ഷെ നമുക്ക് ഇതിലേ ഇങ്ങനെ പോയി അകത്തേക്ക് കയറാം. പക്ഷേ എന്താ പറയുക, അവിടെ ഹോഴ്സസ് ഒക്കെ മേഞ്ഞ് നടപ്പുണ്ട്. പക്ഷെ നമുക്ക് അത്രയും സേഫ് ആണോ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ? ഇതെങ്ങനെയാണ് ഇവിടുത്തെ പബ്ലിക് ആക്സസ് എന്നുള്ള കാര്യത്തിലൊന്നും അധികം അറിവില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിൽക്കാം. ഇവിടെ നിന്ന് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഓരോരോ കല്ലുകളാണെന്ന് തോന്നുന്നു ഇങ്ങനെ അതിൻ്റെ മെമ്മറീസിനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ചെറുതായിട്ട് ആ ഒരു എന്താ പറയുക വ്യൂ അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്കറിയത്തില്ല ആ ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും അവർ ആ ഒരു കാര്യം സർവൈവ് ചെയ്തത്. എലിസബത്ത് മാത്രമാണ് പ്ലേഗ് സർവൈവ് ചെയ്തത് അവരുടെ ആ കുടുംബത്തിൽ, ആ ഫാമിലിയിൽ. ബാക്കി എല്ലാവർക്കും ആ രോഗം പിടിപെട്ടു. അപ്പം നമ്മൾ ആ ഒരു എന്താ പറയുക, ആ അടക്കം ചെയ്ത സ്ഥലത്താണ്, അവരുടെ ഫാം ഹൗസ് ആണെന്ന് തോന്നുന്നു. അവരും ഭർത്താവും മക്കളും ഒക്കെ ഒരു ഫാം ഹൗസിലാണ് ജീവിച്ചിരുന്നത് എന്നാണ് അതിനെക്കുറിച്ച് നോക്കിയപ്പം കാണാൻ പറ്റിയത്. അപ്പം ഈ ഒരു ഫാം ഹൗസിലൊക്കെ ആയിരിക്കും മക്കളും ഭർത്താവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ച് എന്താ പറയുക അങ്ങനെ നടന്നിരുന്നത്. അവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്താ പറയുക, എന്ത് പീസ്ഫുള്ളായിട്ടായിരിക്കും അവർ ഇവിടെ ജീവിച്ചിരിക്കുക. ഇവിടെ കാണുമ്പം തന്നെ അറിയാം ഈ പ്രകൃതി എന്ത് പീസ്ഫുള്ളും കാമുമായിട്ടുള്ളൊരു സ്ഥലത്താണ്. പക്ഷെ പ്ലേഗ് വന്ന് അവരുടെ എല്ലാ സ്വപ്നങ്ങളും എന്താ പറയുക കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ എല്ലാം മാറി. പ്ലേഗ് വന്നാൽ ഒരു 2 to 6 ഡേയ്സിനകം ആളുകൾ മരണപ്പെടുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ബിബോണിക് പ്ലേഗ്, അതായിരുന്നു ഈ പ്ലേഗിൻ്റെ ആ ഒരു എന്താ പറയുക, ന്യൂമോണിക് പ്ലേഗും ഉണ്ട് ബിബോണിക് പ്ലേഗും ഉണ്ട്. അപ്പം ഇവിടെ വന്നത് കൂടുതലായിട്ടും ബിബോണിക് പ്ലേഗാണ്. ബിബോണിക് പ്ലേഗ് എന്ന് പറയുമ്പം ലിംഫ് നോഡ്സ് ഉണ്ട് നമ്മുടെ ശരീരത്തിലെ നാഡികൾ, ആ നാഡികളെല്ലാം ഇങ്ങനെ പൊങ്ങി അതിലുള്ള രക്തം ബ്ലാക്കായിട്ട് അതിൽ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞ് ആ കുമിളകൾ അല്ലെങ്കിൽ ആ നോട്ട്സ് എല്ലാം ബ്ലാക്കായി ആ കുമിളകൾ വരുമ്പം തന്നെ മനസ്സിലാകും ആ ആൾ കുറച്ച് ദിവസം ജീവിച്ചിരിക്കത്തുള്ളൂ. അങ്ങനെ ആ കുമിളകൾ വന്ന് ഡെത്താവുകയാണ്. അതിന് ബ്ലാക്ക് ഡെത്ത് എന്നും കൂടെയാണ് പറയുന്നത്. അത് ആ ഒരു കുമിളകളുടെ ആ സിമ്പൽ അല്ലെങ്കിൽ അത് ബ്ലാക്ക് ആകുന്നതിൻ്റെ ഒക്കെ ആയിരിക്കും ബ്ലാക്ക് ഡെത്ത് എന്ന് പറയപ്പെടുന്നത്. അപ്പം ഈ ബിബോണിക് എന്താ പറയുക പ്ലേഗ് വന്നാലും പക്ഷേ അത് ചിലരുടെയൊക്കെ ലങ്സിലേക്ക് ബാധിക്കപ്പെട്ടു. അപ്പം ലങ്സിലേക്ക് ബാധിക്കപ്പെട്ടാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് അവരുടെ ഡ്രോപ്ലെറ്റ്സ് എന്താ പറയുക നമ്മുടെ തുപ്പലുകൾ അങ്ങനെ ആ ഡ്രോപ്ലെറ്റ്സ് വഴിയോ അല്ലെങ്കിൽ എയറിൽ കൂടെയോ ഒക്കെ ആ ഒരു അസുഖം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിരുന്നേക്കാം, അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ശരിക്കും ഈ ഒരു പ്ലേഗ് വന്നത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വില്ലേജിലൊരു ടൈലർ ഉണ്ടായിരുന്നു, ഒരു ലോക്കൽ ടൈലർ. ആ തയ്യൽക്കാരൻ്റെ അസിസ്റ്റൻ്റ് എന്താ പറയുക ഇവർ ഒക്കെ ആയിട്ടൊരു ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്നതാണ്, ഒരു ടൈലറിങ് ഷോപ്പ്. അപ്പോൾ ആ ഷോപ്പിന് വേണ്ടി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവർ ലണ്ടനിൽ നിന്ന് കുറച്ച് തുണിത്തരങ്ങൾ മെറ്റീരിയൽസൊക്കെ അവർ എന്താ പറയുക ഓർഡർ ചെയ്ത് നമ്മളിപ്പോൾ ഓർഡർ ചെയ്യത്തില്ലേ അതുപോലെ തന്നെ അന്ന് ആ കാലഘട്ടത്തിൽ ഓർഡർ ചെയ്ത് വരുത്തിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു തുണിക്കെട്ട്, ആ തുണിക്കെട്ട് അത് അലക്സാണ്ടർ എന്ന് പറയുന്ന ആളായിരുന്നു. അലക്സാണ്ടർ ഹാർട്ട്ഫീൽഡാണ് ആ ടൈലറിൻ്റെ അസിസ്റ്റൻ്റ്. പുള്ളി ജോർജ് വിക്കാർ എന്ന് പറയും, നമ്മൾ കണ്ട് ആ പുള്ളിയുടെ കോട്ടേജും കാര്യങ്ങളൊക്കെ. അപ്പം ആ ജോർജ് വിക്കാർ എന്ന് പറഞ്ഞ അസിസ്റ്റൻ്റ് ആയിരുന്നു ആ തുണിപ്പൊതി ആദ്യം കെട്ടഴിച്ച് നോക്കിയപ്പം കണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ തുണിയിൽ ഫുള്ള് ചെള്ളുകളായിരുന്നു. അതെല്ലാം ഒരു ഡംഡായിട്ടുള്ളൊരു തുണി ഫുള്ള് ഇൻഫെസ്റ്റഡ് ആണ് ആ തുണി. ഇൻഫെസ്റ്റഡ് ആയിട്ട് തോന്നും, ഫ്ലീസ് കൊണ്ട് ഇൻഫെസ്റ്റഡ് ആയിട്ട്. അപ്പം
എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ തുണിപ്പൊതി തുറന്ന ജോർജ് പുള്ളിക്ക് തലവേദന വരാൻ തുടങ്ങി, പനി വരാൻ തുടങ്ങി, എന്താ പറയുക, ഒരു അസുഖം ബാധിച്ച് ക്ഷീണം ഒക്കെ വരാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കുമിളകൾ, ഈ ലിംഫ് നോഡ്സ് ഒക്കെ പൊങ്ങി. കൂടുതലും ഇത് ഈ ബുബോണിക് പ്ലേഗ് വരുമ്പം എവിടെയാണെന്ന് വെച്ചാൽ അവരുടെ നെക്കിലും അവരുടെ സ്വകാര്യ ഗ്രോയിൻ ഏരിയയിലും അങ്ങനെ ചില ടൈപ്സ് ഓഫ് സൈറ്റുകളിലാണ് ബോഡിയിൽ ഇത് വരിക. അപ്പോൾ അത് വന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ അദ്ദേഹം മരണപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തോട് എന്താ പറയുക, കോണ്ടാക്റ്റ് ഉള്ളവർ ഓരോരുത്തരായിട്ട് മരണപ്പെടാൻ തുടങ്ങി. ഉറപ്പായിട്ട് ആ വില്ലേജസിന് എന്താ പറയുക, ഭീതി വന്നു കാണും. ഒന്ന് ഓർത്ത് നോക്കി, ഇങ്ങനെ ഒരു പനിയും തലവേദനയും ഇതൊക്കെ വരിക, 2-3 ദിവസത്തിനകം ഈ ഒരു കുമിളകളായിട്ട് അത് പൊങ്ങുക, അത് കഴിഞ്ഞ് 2 ദിവസത്തിനകം ആൾ മരിക്കുക. അപ്പോൾ എന്താ പറയുക, അടുത്ത ആൾ ആ തലവേദന അല്ലെങ്കിൽ ഒരു പനി വരുമ്പം തന്നെ അവരുടെ ഉള്ളിൽ ഞാനിനി മരണപ്പെടാൻ പോകുവാണോ എന്നുള്ളൊരു മൈൻഡിലൊരു അവസ്ഥയായിരിക്കും. അപ്പോൾ ആ മൈൻഡ് പോയ ഒരു മെൻ്റൽ സ്റ്റാറ്റസ് മാറി നിന്ന ആ സമയത്ത് എങ്ങനെ അവരത് സർവൈവ് ചെയ്തു? ഒരിക്കലും ഒരു ദാക്ഷിണ്യം കാണിച്ചിട്ടില്ല ഈ പ്ലേഗ്. ആൾക്കാർ ഹെൽത്തിയർ ആണോ, സ്ട്രോങ്ങർ ആണോ, വെൽത്തിയർ ആണോ എന്നൊന്നും നോക്കിയിട്ടില്ല. എല്ലാവർക്കും ഇവിടെ ഈ ഒരു വില്ലേജിൽ 250 പേരോളമാണ് മരണപ്പെട്ടത്. 350 പേര് ജീവിച്ചിരുന്നു എന്നാണ് റെക്കോർഡിക്കലായിട്ട് പറയുന്നത്. പക്ഷേ റെക്കോർഡിക്കൽ അല്ലായിട്ട് തന്നെ 800 പേരും അതിൽ 450 പേരും സർവൈവ് ചെയ്തു എന്നുള്ളൊരു കണക്കും കൂടെ ഉണ്ട്. ഇന്നൊരു പ്രധാനമായിട്ടുള്ള റോള് ഈ ഒരു പ്ലേഗിൻ്റെ കാലഘട്ടത്തിൽ അതെങ്ങനെ അതിനെ തരണം ചെയ്യാൻ വേണ്ടി വില്ലേജസിന് ഒരു മൈൻഡ് സെറ്റ് കൊടുത്തത്, അല്ലെങ്കിൽ ആ ഒരു എല്ലാം സെറ്റ് ചെയ്യാം എന്നുള്ളൊരു ഇത് കൊടുത്തത് അവിടുത്തെ പള്ളിയിലെ സെൻറ്റ് ലോറൻസ് പള്ളി എന്ന് പറയും. EM പള്ളിക്ക് ശരിക്കുള്ള പേര് സെൻറ്റ് ലോറൻസ് പള്ളി എന്നാണ്. 13th century തൊട്ടേ ആ പള്ളിയുണ്ട്. അപ്പം ആ പള്ളി വികാരി വില്യൻ മോംസനാണ് ഇതിൽ കാര്യങ്ങൾ ഇടപെട്ട് നിന്നത്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഈ ഒരു അസുഖത്തെ നേരിടും, ഇത് നമ്മൾ പുറത്തേക്ക് ഇത് സ്പ്രെഡ് ചെയ്യിക്കത്തില്ല. അങ്ങനെ അദ്ദേഹമാണ് ക്വാറൻറ്റൈൻ എന്നുള്ള ഒരു തീരുമാനം, ഡിസിഷൻ, അത് ഈ വില്ലേജേഴ്സിനെ എല്ലാവരെയും കൺവിൻസ് ചെയ്യിപ്പിച്ചു. നമുക്ക് ഉറപ്പായിട്ട് അറിയാം, ഒരു കാര്യം വരുമ്പം അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പം ഒരുപാട് ഡിസിഷൻസ്, ഒരുപാട് ആശയ പ്രശ്നങ്ങൾ ഉറപ്പായിട്ടും അത് പലയിടത്തു നിന്നും വരും. അപ്പം അത് ക്വാറൻറ്റൈൻ ആണ് അതിൻ്റെ ഒരു കറക്റ്റ് ഡിസിഷൻ എന്ന് അദ്ദേഹം വില്ലേജസിനോട് കൺവിൻസ് ചെയ്ത് കൊടുത്തു. അങ്ങനെ അവർ ഓക്കെ, നമ്മളിതിനെ നേരിടും, നമ്മൾ ഈ വില്ലേജ് അടച്ചിട്ട് തന്നെ നേരിടും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു. നമ്മൾ റെയിലി ഗ്രേവ് കണ്ട് നമ്മൾ ആ കയറിയ കുന്ന് നമ്മൾ പതിയെ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. മഴ കൂടുക. ഇത്രയും നേരമായിട്ട് ഇത്രയും മഴ ഇല്ലായിരുന്നു. ഇപ്പം മഴ ചാറ്റൽ മഴയാണ്, പക്ഷെ മഴ കൂടിക്കൊണ്ടിരിക്കുക. നല്ല മഴയുണ്ട്. ഇവിടെ താമസിക്കുന്ന മനുഷ്യരൊക്കെ എന്ത് വൈബ് പിടിച്ച് ജീവിക്കുകയായിരിക്കും. ഈ കോടയും മഴയൊക്കെ ഇങ്ങനെ കണ്ട് എന്നും ഇങ്ങനെ കണ്ട് വൈബ് പിടിച്ചായിരിക്കും ജീവിക്കുന്നത്. എന്നാ പൊളിയായിരിക്കുമല്ലേ ജീവിക്കുന്നത് ഇവിടെ ഉള്ളവർ. നമ്മൾ ശരിക്കും ഒരു ടൗൺ ഏരിയയിലാണ് സത്യം പറഞ്ഞാൽ ജീവിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴാണ് മനസ്സിലാവുന്നത് നല്ല ടൗണിലാണ് നമ്മൾ ഉള്ളത്. ഇനിയും നമുക്ക് വ്യത്യസ്തമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. പുതിയ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയിൽ പുതിയ കാഴ്ചയുമായി
നമുക്കിനിയും കണ്ടുമുട്ടാം. അപ്പം ശരി, ബൈ.